ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് പാളിച്ചകൾ സംഭവിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. SITക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. പ്രതിക്കൂട്ടിലാകുമെന്ന് മനസ്സിലാക്കി നിയമസഭയിൽ നിന്ന് UDF ഒളിച്ചോടിയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. SITയുടെ അന്വേഷണ വ്യാപ്തി കൂടിയപ്പോൾ വി ഡി സതീശൻ SIT എതിർക്കാൻ തുടങ്ങിയെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. SIT അതിൽ ഒരുപാട് പാളിച്ചകൾ വരുത്തിയിട്ടുണ്ട്. കാരണം 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടും. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് വരെ പുറത്തിറങ്ങും. അതിന് അർത്ഥം SITയുടെ മീതെ ഈ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് എന്ന് വന്നതോടുകൂടി BJPക്കും പിന്നെ അധികം മുണ്ടാട്ടില്ല. അപ്പോൾ എല്ലാ അന്വേഷണം നടക്കട്ടെ, ആവശ്യമായ രീതിയിലുള്ള പിന്തുണ SITക്ക് നൽകിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്. പോറ്റിയെ കയറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ഈരടികളെല്ലാം പാടിക്കൊണ്ടാണല്ലോ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തിയത് പ്രതിപക്ഷ MPമാരുൾപ്പെടെ. ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, പൂജാരി ഈ പറയുന്ന പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, UDFകാര് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.